പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പ്രകൃതി ചൂഷണത്തിന് ഉപയോഗിച്ച 17 വാഹനങ്ങളാണ് റവന്യൂ സ്ക്വാഡ് പിടിച്ചെടുത്തത്. താലൂക്കിൽ പല ഭാഗത്തു നിന്നും നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അത്തരം പരാതികളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും തഹസിൽദാർ അറിയിച്ചു. പട്ടാമ്പി മേഖലയിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ ശക്തമായ നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അനധികൃതമായി മണ്ണിടിച്ച് കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 3 മണ്ണുമാന്തിയും 6 ടിപ്പർ ലോറികളുമാണ് പട്ടിത്തറ, തൃത്താല, പട്ടാമ്പി വില്ലേജ് പരിധികളിൽ നിന്നായി പിടിച്ചെടുത്തത്. ഇതിനു പുറമെ പുഴമണൽ കടത്തുന്ന പ്രവൃത്തിയിലേർപ്പെട്ട ഒരു ടിപ്പർ ലോറി തിരുമിറ്റക്കോട് ഫസ്റ്റ് വില്ലേജിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതോടെ ഈ ആഴ്ചയിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 10ആയി. ശക്തമായ നടപടിയിലൂടെ കഴിഞ്ഞയാഴ്ചയും 7 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. രണ്ടാഴ്ചക്കിടെ പിടിയിലായ വാഹനങ്ങളുടെ എണ്ണം 17ആണ്. തൃത്താല, കുലുക്കല്ലൂർ വില്ലേജുകളിൽ അനുമതിയില്ലാതെ പാടത്ത് കരിങ്കല്ല് ഉപയോഗിച്ച് മതിൽ കെട്ടുന്ന പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വന്തമായി കരഭൂമിയില്ലാത്തവർക്ക് നെൽകൃഷി സ്ഥലം 10 സെന്റ് വരെ നികത്തി വീട് വയ്ക്കാമെന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയിട്ടുണ്ടെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. നിലവിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവായ സ്ഥലങ്ങൾക്ക് മാത്രമാണ് ഈ അനുമതിക്ക് അർഹതയുള്ളതെന്ന് തഹസിൽദാർ അറിയിച്ചു. താലൂക്കിലെ പല ഭാഗങ്ങളിലായി അനധികൃതമായി നെൽവയൽ നികത്തലുകൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.